ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താ പറയണതെന്ന് വെച്ചാൽ, ഒരു മാസ് ഉണ്ടെങ്കിൽ ആ മാസിൻ്റെ പൊസിഷൻ നമ്മൾ എത്ര കോർഡിനേറ്റ്സ് വെച്ചിട്ടാണോ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക, അതിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഫിഗർ 6.3 എടുക്കുകയാണെങ്കിൽ ഈ 3 ഫിഗർ എന്ന് വെച്ചാൽ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. അത് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു കോർഡിനേറ്റ് കൊണ്ട് നമുക്ക് ആ മാസിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ എത്ര നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ഉണ്ടോ അത്രയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ ഉണ്ടാവുക. സോ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഫസ്റ്റത്തെ കേസാണ്, ഒരു സ്പ്രിങ് ഒരു മാസായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മാസിൻ്റെ പൊസിഷൻ എനിക്ക് അറിയണമെങ്കിൽ ഐ ജസ്റ്റ് നീഡ് ടു നോ ദി പൊസിഷൻ എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ എനിക്കറിയാം എവിടെയാണ് മാസ് ഇരിക്കണേന്നുള്ളത്. സോ ഇതാണ് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഒരു എക്സാമ്പിൾ. അതേപോലെ അടുത്തതാണ് ഒരു പെൻഡുലത്തിൻ്റെ അറ്റത്ത് ഒരു മാസ് എം ഉണ്ട്. ആൻഡ് ഈ എമ്മിൻ്റെ പൊസിഷൻ അറിയാൻ എനിക്ക് തീറ്റ എന്നുള്ള വാല്യൂ കിട്ടിയാൽ മതി. ഈ തീറ്റയിൽ നിന്ന് ഐ ക്യാൻ ഫൈൻഡ് ദി പൊസിഷൻ ആൻഡ് ദിസ് ഈസ് ഓൾസോ എക്സാമ്പിൾ ഫോർ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി അടുത്തതും എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. കാരണം അവിടെ എക്സും തീറ്റയുണ്ട്. പക്ഷേ ഈ രണ്ട് വാല്യൂസും ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ. അതുകൊണ്ട് വി ക്യാൻ ടെൽ ഇറ്റ് ആസ് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം. ഇനി ഇതേപോലെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം ഉണ്ടാവും. 2 ഡിഗ്രീസ് വെച്ചാൽ എക്സാമ്പിളാണ് M1 M2 2 മാസ് ഉണ്ട്. ഇപ്പോൾ 2 മാസ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പൊസിഷൻ എവിടെ അറിയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് M1ൻ്റെ പൊസിഷനും അറിയണം, അതുപോലെ തന്നെ M2ൻ്റെ പൊസിഷനും അറിയണം. സോ എനിക്ക് X1 X2 അതിൽ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുക അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള പേര്. ഓക്കെ, ഇനി അടുത്തതാണ് സ്പ്രിംഗ് മാസ് മോഡൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, സ്പ്രിംഗ് എന്ന് പറയുന്നത് 2 രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും, സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് സ്പ്രിങ്സ് ഇൻ പാരലൽ. ഓക്കെ, സോ ഒരു നമ്പർ ഓഫ് സ്പ്രിങ്സ് ഉണ്ട്, K1 K2 K3 സ്റ്റിഫ്നെസ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് സ്പ്രിങ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ഒറ്റ സ്പ്രിങ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ്. ദാറ്റ് ഈസ് K1 K2 K3 എന്നുള്ള സ്റ്റിഫ്നെസ്സിനെ ഐ ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ആൻ സിംഗിൾ spring of stiffness KE, which is called as equivalent stiffness. Okay, so first case നോക്കുകയാണെങ്കിൽ in figure 6.1 the 3 springs are connected in series. Okay, സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ സീരീസിൽ കണക്ട് ചെയ്യണ സമയത്ത് ഈ ഓരോ സ്പ്രിങ്ങിലും ഉണ്ടാവണ ഡിഫ്ലക്ഷൻ എന്ന് പറയണത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സ്പ്രിങ് സീരീസിൽ കണക്ട് ചെയ്യണ സമയത്ത് സ്പ്രിങ്ങിൽ ഇപ്പോൾ നമ്മൾ മാസ് M കൊടുത്തു. ഓക്കെ, M എന്ന് പറയുന്ന ഫോഴ്സ് ഈക്വൽ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യണത്. ബട്ട് M കൊടുക്കണ സമയത്ത്, ഒരു മാസ് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കണ സമയത്ത് ഓരോ സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. സോ ഐ ക്യാൻ റൈറ്റ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു Δ1 + Δ2 + Δ3 ആൻഡ് വി നോ ദി ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ആക്ച്വലി ഇവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. That is F is equal to K into X. അല്ലെങ്കിൽ we can write F is equal to K into delta. ഇവിടെ F ഞാൻ എടുക്കാൻ പോണത് എമ്മിൻ്റെ ടേംസിലാണ്. സോ M into G. So we have mg is equal to K into delta. So from this we can write delta is equal to mg by K. ഇനി നമ്മൾ ഓരോ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഓരോ സ്പ്രിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതാണ്. ഇപ്പോൾ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിങ്ങിന് mg by ke വിൽ ബി ഈക്വൽ ടു Δ1 കിട്ടാൻ mg by k1 + mg by k2 + mg by k3 ഫോർ റെസ്പെക്റ്റീവ് സ്പ്രിങ്സ്. ഫ്രം ദിസ് വി വിൽ ഗെറ്റ് ദി ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് ഫോർ springs connected in series. That is 1 by ke is equal to 1 by k1 + 1 by k2 + 1 by k3. ഇതാണ് springs in series connection. So in springs in series the force will be same but we will have different deflections. Next is springs arranged in parallel. So parallel ആയിട്ട് കണക്ട് ചെയ്യണ സ്പ്രിങ്സിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവണ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു കണക്ഷനിൽ
എം ജി എന്നുള്ളൊരു ഫോഴ്സ് കൊടുത്തു. എം ജി എന്നുള്ള ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ 3 സ്പ്രിങ്സും ഒരേ രീതിയിലായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, ഒരേ രീതിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരേ രീതിയിൽ ഡിഫ്ലക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഓരോ സ്പ്രിങ്ങിലും ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സ്പ്രിങ്സ് ഇൻ പാരലൽ. സോ വി ക്യാൻ റൈറ്റ് വീണ്ടും നമ്മുടെ ഇക്വേഷൻ എം ജി ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ. നമ്മുടെ സ്പ്രിങ്സിൻ്റെ സ്റ്റിഫ്നെസ്സിനനുസരിച്ചിട്ട് എഴുതുമ്പോൾ വി വിൽ ഗെറ്റ് കെ ഇ ഇസ് ഈക്വൽ ടു K1 + K2 + K3. Okay, this is the case when springs are connected in parallel. Okay.